ഹായ്, ഞാനിതിന് മുന്നേ ഇരുന്നിട്ടുള്ളൊരു വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നിന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇരുന്ന് ചെയ്യാമെന്ന് വെച്ചിട്ട് കേട്ടോ, കാലിനുള്ള. ഇതിപ്പോൾ ഞാൻ കൈക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് തീരെ നമുക്ക് നിന്ന് ചെയ്യാൻ പറ്റാത്തവർക്ക്, അതായത് ഞാൻ പറഞ്ഞ കണക്ക് വണ്ണമുള്ളവർക്കുണ്ട്, കാല് വേദനയൊക്കെ ഉള്ളവർക്ക് അധികം നിൽക്കാൻ പറ്റില്ല, അവർക്കാണ് ഏറ്റവും ഉപകാരം. പക്ഷേ അവരുടെ കൂടെ മറ്റുള്ളവർക്കും ചെയ്യാം. ഞാൻ അങ്ങനെ എടുത്ത് പറഞ്ഞത് അവർക്ക് തീരെ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ നിൽക്കാനായിട്ട്. ഇത് ആർക്ക് ചെയ്താലും അത്രയും ഉപയോഗങ്ങളുണ്ട്. നിങ്ങൾക്ക് ചെയ്ത് ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഞാനൊരു 10 വെച്ച് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാനായിട്ട് കേട്ടോ. ഇതിലൊരു 5-6 വർക്കൗട്ട് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ ഫുള്ള് കാണണമെങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് മൊത്തം കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ എല്ലാം ചെയ്യാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ചെയ്യാം. പക്ഷേ എല്ലാം ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. അതിൻ്റെ സെയിം മുന്നോട്ട് കൈയെടുക്കുന്നത് ഇതുപോലെ കേട്ടോ. ഇതൊരു 5-6 ഞാൻ കാണിച്ചിട്ടുള്ളൂ. ഇത് തന്നെ നമ്മളിങ്ങനെ പഞ്ഞി പോലെ അല്ല നീട്ടേണ്ടത്. ഇങ്ങനെ നിങ്ങളുടെ ഒരു ബലം ഉണ്ടല്ലോ, നമ്മുടെ ഇങ്ങനെ ഒന്ന് പുഷ് ചെയ്ത് കേട്ടോ, അങ്ങനെ വേണം എടുക്കാൻ. എങ്കിലേ അതിനുള്ള ബലം ഉണ്ടാവുള്ളൂ. നമ്മുടെ ഈ നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ കാരണം നമ്മുടെ കയ്യിലെ കൊഴുപ്പ് കുറയും. അതേപോലെ തന്നെ നമ്മുടെ കൈ വേദന, ഷോൾഡർ വേദന, നമ്മുടെ മുതുക് ഭാഗത്തൊക്കെ ഷോൾഡർ വേദന അങ്ങോട്ട് ഇറങ്ങിയിട്ട് മുതുക് ഭാഗമൊക്കെ നല്ല വേദന ഉണ്ടാവില്ല, അതൊക്കെ മാറും. നേരത്തെ കാണിച്ചതിൻ്റെ ഓരോ കൈ പൊക്കുന്നുണ്ട്. നേരത്തെ നമ്മളൊന്ന് ഇത് ജസ്റ്റ് ചെറുങ്ങനെ ഒന്ന് നമ്മൾ ചെരിയുന്നുണ്ട്, ഇങ്ങനെ തലയും ഇങ്ങനെ അപ്പുറം ഇപ്പുറം ഒന്ന് ആടുന്നുണ്ട് കേട്ടോ. ഇതും ചെയ്യുക. ഇതെല്ലാം ഒരു 5 വട്ടമൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്കുള്ള എല്ലാ പ്രോബ്ലംസ് മാറുന്നതാണ്. ദിവസം ചെയ്തോളൂ. വെറുതെ നമ്മളിങ്ങനെ ഇരുന്നൊന്ന് ഒരു 5 മിനിറ്റത്തെ കാര്യമുള്ളൂ കേട്ടോ. ഇതാകെ ഒരു 6 മിനിറ്റേ വീഡിയോ ഉള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ഹാർട്ടിന് കേട്ടോ, നമ്മുടെ ഹാർട്ടിന് ഏറ്റവും നല്ലതാണ്. അതേപോലെ നമ്മുടെ ആ മുതുക് ഭാഗത്തിനൊക്കെ ഏറ്റവും നല്ലതാണ്. ഇതേപോലെ പുറകിലേക്ക് കൈ ഇങ്ങനെ ഇതേപോലെ കേട്ടോ. ഇത് നമ്മുടെ അവിടുത്തെ നമ്മുടെ ബാക്ക് പെയിൻ, അതായത് മുതുക് ഭാഗത്ത് ആ വേദന മാറും. മാത്രമല്ല നമുക്കവിടെ കൊഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ ആ കൊഴുപ്പൊക്കെ മാറിയിട്ട് ആ മസിലൊക്കെ ഒന്ന് ബലപ്പെടും. അതേപോലെ നമ്മുടെ ഹാർട്ടിന് ഏറ്റവും നല്ലതാണ്. അതായത് ബ്ലഡ് സർക്കുലേഷൻ നമ്മൾ ഏറ്റവും കൂടും. അത് നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്, ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അത് നിങ്ങൾ നോക്കണം. ഞാൻ വെറും 5 വട്ടം കാണിക്കുന്നതുകൊണ്ട് നിങ്ങളത് 5 വട്ടമാക്കി നിർത്തണമെന്നില്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളൊരു എണ്ണം വെച്ചിട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ചരിയുന്നത്, അതായത് ഇത് നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും പിടിച്ചുകൊണ്ട് കൈ പൊക്കുക. അതെല്ലാം നിങ്ങൾക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ചരിയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാലിൽ കൈ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ചരിയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല, നമ്മുടെ ഈ സൈഡിൽ നമ്മളിങ്ങനെ വളയുന്ന എത്ര വട്ടം വളയുന്നു അത്രയും വട്ടം നമ്മുടെ ആ ഭാഗത്തുള്ള കൊഴുപ്പൊക്കെ കുറഞ്ഞു വരും. അവിടുത്തെ മസിൽസൊക്കെ നല്ല ബലപ്പെടും. അത് നമുക്ക് നമ്മൾ ഇതിൻ്റെ വർക്കൗട്ടൊക്കെ ചെയ്തിട്ടുള്ളതാണ്, നിന്ന് ഈ കൈയൊക്കെ ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ സെയിം നമ്മൾ നിന്ന് കൈക്ക് കൊടുക്കുന്ന ആ കാലും കൈയും ഒരുമിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന അതേ എഫക്റ്റ്, അല്ലെങ്കിൽ അതേ ഒരു ഫലം തന്നെയാണ് നമ്മൾ ഇരുന്ന് ചെയ്യുമ്പോൾ കിട്ടുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞ കാര്യം അതാണ്. പിന്നെ നമ്മൾ ഇത് കൈ ഒന്നിങ്ങനെ കറക്കി എടുക്കുന്നതാണ് കേട്ടോ. കാരണം കൈയൊക്കെ ഇങ്ങനെ ഒന്ന് കറക്കിയൊക്കെ എടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്, അവർക്ക് പറ്റില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് മെല്ലെയാണെങ്കിലും, അങ്ങനെ പറ്റാത്ത ആൾക്കാർ മെല്ലെയാണെങ്കിലും കൈ ഒന്നിങ്ങനെ കറക്കിയെടുത്ത് ഒന്നിങ്ങനെ നോക്കും. ഞാനിതിൽ കാണിക്കുന്നുണ്ട്, അതൊന്ന് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാനത് വീണ്ടും വീണ്ടും പറയുന്നത് അത്രയും ഉപയോഗം ഉള്ളത് കൊണ്ടാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ ആ കൈക്കുള്ള പ്രശ്നങ്ങൾ, തോൾ വേദന, മുതുക് വേദന ഒക്കെ ഒത്തിരി മാറും. നിങ്ങൾക്ക് കൈയൊക്കെ നല്ല ഈസിയായിട്ട് പൊക്കാൻ പറ്റും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറും. ഇതൊന്നും എല്ലാം ഒന്നിങ്ങനെ കറക്കിയെടുക്കുക കേട്ടോ. ഇങ്ങനെ ഇൻകേസ് ഇപ്പോൾ കൈ വേദന ഇല്ലാത്തവരായിക്കോട്ടെ, ഷോൾഡർ വേദന ഇല്ലാത്തവരായിക്കോട്ടെ, ഇതൊന്നും എപ്പോഴും വേണമെങ്കിലും വരാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളിതൊന്ന് ചെയ്ത് വയ്ക്കുക. ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം കേട്ടോ. നമുക്കിപ്പോൾ പെട്ടെന്ന് ജസ്റ്റ് നമ്മൾ കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോഴൊക്കെ ചിലപ്പോൾ നമുക്ക് മുതുകുവേദന അല്ലെങ്കിൽ തോൾ വേദനയൊക്കെ ഉണ്ടാവാറുണ്ട്, ചിലപ്പോൾ ഓടക്കം വീണിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഈ പറഞ്ഞ കൈയൊക്കെ ഇങ്ങനെ കറക്കി എടുക്കാം, കൈയൊന്നും ജസ്റ്റ് ഇങ്ങനെ ചരിച്ച് എടുക്കുക. അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ നമുക്കതൊന്നും കുറച്ച് വേദന ഇങ്ങനെ കുറഞ്ഞ് അതങ്ങ് മാറിക്കോളും. അങ്ങനെ ഒരു ഉപയോഗം ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ പഠിച്ച് വെക്കുന്നതിലൂടെയും ചെയ്യുന്നതിലൂടെയൊക്കെ വരാതിരിക്കുകയും ചെയ്യും, വന്നാൽ നമുക്ക് മാറ്റുകയും ചെയ്യാം. ഇതുള്ളവർക്ക് അത് മാറുകയൊക്കെ ചെയ്യും. അപ്പം
അതുകൊണ്ടാണ് ഇതെല്ലാ വർക്കൗട്ടും ഇത്ര സിമ്പിളായിട്ടുള്ളത്, നിങ്ങൾക്ക് തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിളായിട്ടുള്ളത് അങ്ങനെ എടുക്കുന്നത് കേട്ടോ. ഇനി ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് കുറച്ച് സൈഡിലോട്ടാണ്. നേരത്തെ നമ്മളിങ്ങനെ മുന്നോട്ട് നീട്ടുന്നെടുത്ത് ഇത് ഇങ്ങനെ സൈഡായിട്ടോ അവിടെ ഇങ്ങനെ സൈഡിലോട്ട് എടുക്കുന്ന കേട്ടോ. ഇതിൻ്റെയൊക്കെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ചെറുതല്ല കേട്ടോ, അതും കൂടെ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും നന്നായിട്ട്. നമുക്ക് ആ കൈക്കും നമ്മുടെ ഇടുപ്പിൻ്റെ ഭാഗത്തിനായിരുന്നാലും ഒക്കെ അത്രയും ഉപയോഗമുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓരോ എണ്ണം വെച്ച് ചെയ്യുക. അത് നമ്മുടെ ബോഡി നല്ല സ്ട്രെങ്ത്, അതായത് നല്ല മസിലൊക്കെ നല്ല ബലപ്പെടും. നമുക്ക് ഏറ്റവും ആവശ്യം അത് തന്നെയാണ്, നമ്മുടെ മസിലുകൾ ബലപ്പെടുത്തി വയ്ക്കുക. നമ്മളൊരു ഏജ് അങ്ങോട്ട് ആയി തുടങ്ങുമ്പോൾ മുതൽ നമ്മളിതൊക്കെ ചെയ്ത് നമ്മുടെ കാലിനും കൈക്കൊക്കെ നന്നായിട്ട് ഇത് കൊടുത്ത് വെക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. ഇത് ആയത്തിലാണ് എടുക്കേണ്ട കേട്ടോ. ഇങ്ങനെ അതായത് ഇങ്ങനെ പുറകിലോട്ട് വീശി മുന്നോട്ട് ഇങ്ങനെ മുകളിലോട്ട് ഇതെടുക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഷോൾഡറൊക്കെ നന്നായിട്ട് വർക്കാവുന്നുണ്ട്. ഇങ്ങനെ നല്ല അവിടുത്തെ മസിലൊക്കെ ഉണ്ടല്ലോ നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉപയോഗം അത്രയും നിങ്ങൾക്ക് തന്നെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ വർക്കൗട്ടുകളെല്ലാം ചെയ്യണം. നിങ്ങൾക്ക് എത്ര ചെയ്യാൻ പറ്റുമോ അത്രയൊരു എണ്ണം വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ചെയ്യാൻ ഒരിക്കലും മടി കാണിക്കരുത്. പിന്നെ ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ഒരു വീഡിയോ ആയിട്ടൊക്കെ ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു.